ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 28. ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ഗരളന്തരളാനലംബുരസ്താൽ ജലധേരുദ്വിജകാളകാളകൂടം അമരസ്തുതിവാദമോദനിഘ്നോ ഗിരിശസ്തന്നിഭവൗ ഭവൽപ്രിയാർത്ഥം. അങ്ങിനെ ഏകനായ വിഷ്ണുവിനാൽ മഥനം ചെയ്യപ്പെട്ട ക്ഷീരസാഗരത്തിൽ നിന്ന് ആദ്യമായി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന കാളകൂടവിഷം പൊന്തിവന്നു. ദേവന്മാരുടെ സ്തുതികൾ കേട്ട് സന്തോഷിച്ച ശിവൻ അങ്ങയുടെ പ്രീതിക്കു വേണ്ടി അത് പാനം ചെയ്തു. വിമതൽ സുസുരാസുരേഷു ജാത സുരഭിസ്താമൃഷിശൂന്യതാസ്ത്രിധാമൻ ഹയരത്നമഭൂതഭേദരത്നം ദ്യുതിരുശ്ചപ്സരസസുരേഷു താനി. പിന്നീട് ദേവാസുരന്മാരൊന്നിച്ച് മഥനം നടത്തിക്കൊണ്ടിരിക്കെ കാമധേനു പൊന്തിവന്നു. അല്ലയോ വൈകുണ്ഠേശ്വര, അങ്ങ് അതിനെ മഹർഷിമാരുടെ കീഴിലാക്കി. പിന്നീടുണ്ടായ അശ്വരത്നമായ ഉച്ചൈസ്രവസ്, ഗജശ്രേഷ്ഠനായ ഐരാവതം, പാരിജാതവൃക്ഷം, അപ്സരസ്ത്രീകൾ എന്നിവരെ അങ്ങ് ദേവന്മാർക്ക് കൊടുത്തു. ജഗദീശ ഭവൽപരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോല സകലോപി സ്പൃഹയാം ബഭൂവലോക. ഹേ ജഗദീശ, അനന്തരം അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയ കമനീയയായ ലക്ഷ്മീദേവി ആവിർഭവിച്ചു. പരിശുദ്ധയായ ദേവിയെ കണ്ട് എല്ലാ ജനങ്ങളും താൽപ്പര്യത്തോടെ ആശിച്ചു. ത്വയിദത്ത ഹൃദേ തദൈവ ദേവ്യൈ ത്രിദശേന്ദ്രോ മണിപീഡികാം വ്യധാരീത് സകലോപഹൃതാഭിഷേചനീയൈ ഋഷഭൈ ഋഷയസ്താം ശ്രുതിഭിരഭ്യഷിഞ്ജൻ. അങ്ങയിൽ ആത്മാർപ്പണം ചെയ്തിട്ടുള്ള ദേവിക്കു വേണ്ടി ഉടനെ ദേവേന്ദ്രൻ രത്നസിംഹാസനം കൊടുത്തു. മഹർഷി ശ്രേഷ്ഠന്മാർ സകലവിധ അഭിഷേക സാധനങ്ങളാലും മന്ത്രങ്ങളാലും ദേവിയെ അഭിഷേകം ചെയ്തു. അഭിഷേകജലാനുപാതിമുക്തത്വദപാംഗൈരവഭൂഷിതാംഗവല്ലീം മണികുണ്ടലപീതചേലഹാര പ്രമുഖൈസ്ത്വാമരാധയോന്യഭൂഷൻ. അഭിഷേകജലത്തിനൊപ്പം പതിയുന്ന അങ്ങയുടെ മുക്തമനോഹരങ്ങളായ വീക്ഷണങ്ങളാൽ അലങ്കൃതമായി തീർന്നവളും ലതാസദൃശ്യ ശരീരിണിയുമായ ലക്ഷ്മീദേവിയെ ദേവന്മാർ രത്നകുണ്ടലങ്ങൾ, മഞ്ഞപ്പട്ട്, രത്നഹാരം എന്നിവയാൽ വീണ്ടും അലങ്കരിച്ചു. വരണസ്രജമാത്തഭൃംഗനാദാം തദതീസാകുജകുംഭമന്ദയാനാ പദസിഞ്ചിതമഞ്ജുനൂപുരാ ത്വാം കളിതവ്രീളവിലാസമാസസാദ. മധുവുണ്ണാൻ പറന്നടക്കുന്ന വണ്ടുകളുടെ ശബ്ദത്തോടു ചേർന്ന് വരണമാല്യം കൈകളിലേന്തിയ ആ ദേവി കുജകുംഭങ്ങളുടെ ഭാരം മൂലം മന്ദം മന്ദം നടന്ന് മൃദുസിഞ്ചിതമുണ്ടാക്കുന്ന മോഹനങ്ങളായ നൂപുരങ്ങളോടും വ്രീളാവിവശത ചേർന്ന വിശേഷ സൗന്ദര്യത്തോടും കൂടെ
അങ്ങയുടെ അരികിലെത്തി. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജോ അപ്യവിമുക്തദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയ്യനയാഭി ദിവ്യമാല. ബഹുവിധ ഗുണങ്ങളുള്ള ശിവബ്രഹ്മാദികൾക്കെല്ലാം വിട്ടുമാറാത്ത ദോഷലേശമുണ്ടെന്നു മനസ്സിലാക്കിയ ദേവി എപ്പോഴും സർവഗുണമനോഹരനായ അങ്ങയുടെ കഴുത്തിൽ ആ ദിവ്യമായ വരണമാല്യം അർപ്പിച്ചു. ഉരസാതരസാ മമാനിദൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം തുദുരോ വിലസത്തദീക്ഷണ ശ്രീ പരിവിഷ്ട്യാ പരിപുഷ്ടമാസ വിശ്വം. മറ്റാരിലും താല്പര്യമില്ലാത്ത ആ ലോകാംബികയെ അങ്ങ് ഉടനെ സ്വമാറിടം ഇരിപ്പിടമായി കൊടുത്ത് മാനിച്ചു. അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന ദേവിയുടെ ശ്രീ നിറഞ്ഞ കടാക്ഷവർഷമേറ്റ് വിശ്വമാകെ ഐശ്വര്യ സമൃദ്ധമായി തീർന്നു. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണീ നിരാഗാത് തമസഃ പദവീമദാസ്ത്വമേനാമതിസമ്മാനനയാ മഹാസുരേഭ്യ. ക്ഷീരാബ്ദിയിൽ നിന്ന് പിന്നീട് മോഹനവിലാസത്തോടുകൂടിയ വാരുണി എന്ന മദ്യം പൊന്തിവന്നു. അജ്ഞാനകാരണമായ ഇതിനെ അങ്ങ് ആദരപൂർവം അസുരപ്രമാണിമാർക്ക് ദാനം ചെയ്തു. തരുണാംബുദസുന്ദരസ്തദാ ത്വം ധനുധന്വന്തരിരുന്ദിതോംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാമഖിലാർത്തിം ഹരമാരുതാലയേശ. അനന്തരം അങ്ങ് കാർമേഘം പോലെ മനോഹര ശരീരനായി കൈകളിൽ അമൃതകലശവുമേന്തി ധന്വന്തരി മൂർത്തിയായി സമുദ്രത്തിൽ നിന്നുയർന്നു വന്നു. അങ്ങനെയുള്ള ഹേ ഗുരുവായൂരപ്പാ, എൻ്റെ സർവവിധ രോഗങ്ങളെയും നശിപ്പിക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര